അത് ഐൻ നജസാണ്. നജസ് രണ്ട് തരം വരും. ഒന്ന് ഐൻ നജസ്, ആ വസ്തു തന്നെ നജസാണ്, അതായത് ശുദ്ധീകരിച്ചാൽ ശുദ്ധിയാവാത്തത്. ഒരു നായനെ നമ്മൾ എങ്ങനെ കൊണ്ടുപോയി കഴിയാലും നായ ശുദ്ധിയാവൂല, അത് ഐൻ നജസാണ്. മറ്റത് അസ്ൽ നജസല്ല, പിന്നെ നജസായി മാറുന്നു. അപ്പോൾ ശുദ്ധീകരിച്ചാൽ ആ നജസ് നീങ്ങിയാൽ അത് ത്വഹാറത്തിലേക്ക് തിരിച്ചു വരും. അതിന് പിന്നെ വേറെ വിഷയം. സ്പർശിച്ചാൽ ഉള്ള വകുപ്പ് വേറെയാണ്. സ്പർശിക്കുക എന്നുള്ളത് വകുപ്പ് മാറി. അത് നായ എന്തെന്നുള്ളതല്ല, സ്പർശിച്ചാൽ പിന്നെ എന്തുള്ളത്. ഞാൻ സ്പർശിക്കൽ തന്നെ എല്ലാ സ്പർശനം വരുമോ? വെള്ളത്തിൽ സ്പർശിച്ചാലാണോ, അതല്ല ഉണങ്ങിയ സ്ഥലത്ത് സ്പർശിച്ചാലോ, നടന്നു പോയാലോ, അത് വേറെ വകുപ്പ്, അത് വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഇവിടെ ഒന്നാമത്തെ മസല യത്ഹുറു, ശുദ്ധിയാവുകയില്ല. ജിൽദു മൈത്തത്തിൻ, ഒരു ശവത്തിൻ്റെയും തോല് ശുദ്ധിയാവുകയില്ല. ബിദിബാഗിൻ, ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവുകയില്ല. അപ്പം അവിടെ അവനെ തെളിവ് പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു ഉഖൈം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കതബ ഇലൈനാ, നബി ഞങ്ങൾക്ക് എഴുതി, ലാ തൻതഫിഉ മിനൽ മൈതത്തി ബിഇഹാബിൻ വലാ അസബിൻ, ശവത്തിൻ്റെ തോല് കൊണ്ടോ അതിൻ്റെ നാടിനരമ്പുകൾ കൊണ്ടോ നിങ്ങൾ ഉപകാരമെടുക്കരുത് എന്ന് നബി ഞങ്ങൾക്ക് എഴുതി എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉഖൈം റഹിമഹുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം അഹ്മദ് അടക്കമുള്ള ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു റിപ്പോർട്ടിൽ ഖബല വഫാത്തിഹി ബിശഹരിൻ, നബി വഫാത്താകുന്നതിന് ഒരു മാസം മുമ്പാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അറിയിപ്പ് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ മൈമൂന ബീവി പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോയി, മർറ ബിശാത്തിൻ, ചത്ത ഒരു ആടിൻ്റെ സമീപത്ത് കൂടി നബി നടന്നു പോയി. യജുറൂനഹ, അവരതിനെ വലിച്ചു വെച്ച് കൊണ്ടുപോവാണ്, വേസ്റ്റ് തള്ളാൻ കുഴിച്ചു തള്ളാനൊക്കെ വേണ്ടി ഒരു ചത്ത ആടിനെ ഒരിങ്ങനെ വലിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നബി അതിലൂടെ കടന്നു പോയത്. അപ്പം നബി ചോദിച്ചു, ഹല്ല അഹസ്തും ഇഹാബഹ, അത് തോല് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ ചോദിച്ചു, അത് തോല് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? അപ്പം അവർ പറഞ്ഞു, നബിയെ ചത്തതാണല്ലോ. അപ്പം നബി ഞങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ, അത് ഉറക്കിട്ട ശുദ്ധിയാകുമല്ലോ എന്ന് നബി അവിടെ പറഞ്ഞു. അപ്പം രണ്ട് ഹദീസ് നേരെ വിരുദ്ധമായി വന്നു പ്രത്യക്ഷത്തിൽ. അപ്പം ഈ ഒന്നാമത്തെ ഹദീസാണ് പൊതുവെ എല്ലാവരും സ്വീകരിച്ചു പോകുന്നത്. അതിന് ചത്ത ആടിനെ കണ്ടപ്പോൾ നബി പറഞ്ഞു അതിന് തോല് ഉപയോഗിക്കാമല്ലോ. അപ്പം അത് പാടില്ലെങ്കിൽ, ശുദ്ധി ആവില്ലെങ്കിൽ നബി പറയില്ല, ശുദ്ധി ആവുമെന്ന് പ്രത്യേകം നബി പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു ഈ ഹദീസ് ഒന്നും എടുത്തില്ല. മറ്റേ ഹദീസ് പറഞ്ഞെന്താണ്, അത് തോല് നിങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ്. മാത്രം നബി വഫാത്താതിന് ഒരു മാസം മുമ്പ് നബി ഞങ്ങൾ അറിയിച്ചു. അപ്പോൾ ഓര് പറഞ്ഞ ന്യായം, ആദ്യം പറഞ്ഞ ഹദീസ് ആദ്യകാലത്തുള്ള വിധിയാണ്, അത് സ്വഹിയാണ്, രണ്ടും സ്വഹിയാണ്. പക്ഷെ ഈ ഹദീസ് ആദ്യകാലത്തുള്ള വിധിയാണ്. എന്നാൽ മറ്റേ ഹദീസോ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് എന്നല്ലേ. അപ്പോൾ ആദ്യത്തെ നിയമത്തെ മാറ്റിക്കൊണ്ട് നബി അവസാനം പറഞ്ഞ വിധി രണ്ടാമത്തതായിരിക്കും. അതുകൊണ്ട് ഈ ഹദീസിൻ്റെ ഹുക്മ് മൻസൂഖായി, മറ്റേ ഹദീസാണ് സ്വീകാര്യയോഗ്യമായത് എന്നാണ് ഹംബലികൾ പൊതുവെ സ്വീകരിച്ചു പോകുന്നത്. അതിന് മറുപടിയായി അവർ പറഞ്ഞത്, ഒരു മാസം മുമ്പ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റത് അതിന് മുമ്പാണ് ഇവിടുന്ന് കിട്ടിയത്. മറ്റൊരാഴ്ച മുമ്പാണെങ്കിലോ മറ്റേ സംഭവം എന്ന് നടന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് പറയാത്ത കാലത്തോളം ഇത് വെച്ചിട്ട് അതിനെ മനസ്സുഖാക്കുന്നു പറയാൻ പറ്റൂല. രണ്ടാമത് പറഞ്ഞ ഹദീസ്, നിങ്ങൾ തോല് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ഹദീസിൽ ചില ദുർബലതകൾ പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് സ്വഹിയാണ് ഇത്തിഫാഖുണ്ട്, ഇത് സ്വഹിയാണ് എന്ന് ഇത്തിഫാഖില്ല. അതുകൊണ്ട് ഇത് വെച്ചിട്ട് അതിനെ മറികടക്കാൻ പറ്റുകയില്ല. രണ്ടാമത് പറഞ്ഞ ഹദീസിൽ ഇഹാബ് എന്ന് ഉപയോഗിച്ച ആ പ്രയോഗം ലാ തൻതഫിഉ മിനൽ മൈതത്തി ബി ഇഹാബിൻ എന്ന് ഉപയോഗിച്ചു. സാധാരണ ഇഹാബ് എന്ന അറബികൾ ഉപയോഗിക്കാറുള്ളത് ഊറക്കിടാത്ത, ശുദ്ധീകരിക്കാത്ത തോലിനെ ഇഹാബ് എന്ന് പറയുള്ളൂ. ശുദ്ധിയാക്കാത്ത തോലിനാണ് ഇഹാബ് എന്ന് ഉപയോഗിക്കൽ. അപ്പം നബി പറഞ്ഞെന്താണ്, ശുദ്ധിയാക്കാത്ത തോലുകൾ ഉപയോഗമെടുക്കരുത് എന്നേ അർത്ഥമുള്ളൂ. നബിയുടെ കാലത്ത് ഇഹാബ് എന്ന് അന്ന് പറഞ്ഞാൽ അന്ന് ഉദ്ദേശിക്കാറുള്ളത് ഊറക്കിട്ട് ശുദ്ധിയാക്കാത്ത തോലിനാണ് ഇഹാബ് എന്ന് പറയുക. അപ്പോൾ അതിന് ഇഹാബ് കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കരുത് പറഞ്ഞാൽ അതിനർത്ഥം ശുദ്ധിയാക്കാത്ത തോല് ഉപയോഗിക്കരുത്. അപ്പോൾ മറ്റേ ഹദീസോ അവിടെ നബി എന്ത് പറഞ്ഞു, ശുദ്ധിയാക്കാമല്ലോ. അപ്പോൾ വൈരുദ്ധ്യമില്ല. അപ്പോൾ രണ്ടും ഹുക്മ് ക്ലിയറാണ്, വൈരുദ്ധ്യമില്ല. അപ്പോൾ രണ്ട് ഹദീസും എടുത്താലും ഷാഫികളും അതേപോലെ മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞ പ്രകാരം ഊറക്കിട്ട് ശുദ്ധിയാക്കാം എന്ന് കിട്ടി. എന്നാൽ അത് ഒന്നാമത്തെ ഹദീസ് മൻസൂഖായി രണ്ടാമത്തെ ഹദീസ് കൊണ്ട് എന്ന അസ്ൽ സ്വീകരിച്ചത് പ്രകാരം ഹംബലികൾ പറഞ്ഞു
ആ തോല് ശുദ്ധിയാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അടക്കമുള്ളവർ ഹംബലി മദ്ഹബുകാരായിട്ട് കൂടി അവർ പറഞ്ഞു രണ്ടാമത്തെ ഹദീസ് അല്ല എടുക്കേണ്ടത്, മറ്റെടുക്കേണ്ടത്. ആ അഭിപ്രായമാണ് ശരി. ഉറക്കിട്ടാൽ ശുദ്ധിയാകും. കാരണം മറ്റേ പറഞ്ഞ മൂന്ന് ന്യായം പറഞ്ഞ്, ഒന്ന് ലോഴ്ഫുണ്ട്, ഒന്ന് പറഞ്ഞ ലോഴ്ഫുണ്ട്, രണ്ട് പറഞ്ഞത് അത് ഇതിനെ റിസ്ക് ചെയ്തു എന്ന് പറയാൻ തക്ക തെളിവുകൾ വേറെ ഇല്ല. ഒരു മാസം മുമ്പ് പറഞ്ഞുകൊണ്ട് മാത്രം അത് അവസാനത്തിൽ ആയിക്കോളും എന്നില്ല. മൂന്നാമത്തത് ഇഹാബ് എന്ന പദപ്രയോഗത്തിന് ഇങ്ങനെ ഒരു അർത്ഥതലമുണ്ട്, അതുകൊണ്ടും നബി ആ അർത്ഥത്തിൽ പറഞ്ഞതാണ് എന്നും വെക്കാമല്ലോ എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് അവർ ആ അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് മൂന്നാമത്തെ അഭിപ്രായത്തിലേക്ക് പോയിട്ടുള്ളത്. വല്ലാഹു അഅലം. നടന്നോട്ടെ. ഏതായാലും തോല് ഉറക്കിടാമോ ഇല്ല എന്നുള്ള, ഉറക്കിട ശുദ്ധിയാകുമോ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇനി വരാൻ പോണത് അങ്ങനെ ഉറക്കിട്ടാൽ ഉപയോഗിക്കാമോ ഇല്ലേ. ശുദ്ധി ആവൂല എന്ന് പറഞ്ഞവരും ശുദ്ധി ആവൂല എന്ന് പറഞ്ഞവർക്കും അങ്ങനെ ഉറക്കിട്ട് തോല് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ, അത് മറ്റൊരു വിഷയമാണ്. അതിന് അടുത്ത ക്ലാസ് നമുക്കെടുക്കാം. ഏതായിരുന്നാലും വളരെ ആഴത്തിലേക്ക് ഇറങ്ങി ഫിഖ്ഹിയായ മസ്അലകളൊക്കെ നമ്മൾ പരമാവധി പഠിക്കാനും ചെയ്ത് പഠിക്കാനുമുള്ള ശ്രമമാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. പരമാവധി ജീവിതത്തിൽ ശ്രദ്ധ സൂക്ഷ്മത പാലിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറകല്ലാഹു ഫീക്കും.